ഹലോ, ഹൗ ആർ യു? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. പരീക്ഷ അടുത്തു വരികയാണ്. എല്ലാവരും 24/7 പഠിത്തത്തിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മൊബൈലൊക്കെ മാറ്റിവെച്ച്, യൂട്യൂബൊക്കെ മാറ്റിവെച്ച് എല്ലാവരും പഠിത്തത്തിൻ്റെ ആ ഒരു മുഹൂർത്തങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ 9ാമത്തെ ലെസണിലേക്ക് കിടക്കുകയാണ്. ഇത് ഒരു നമ്മൾ വളരെയധികം ബഹുമാനിക്കേണ്ട ഒരു വനിതയെ പറ്റിയുള്ളതാണ്. ആ വനിതയുടെ എക്സ്പീരിയൻസസ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? ബിക്കോസ് അവരുടെ ഇൻട്രസ്റ്റ് മുഴുവൻ വിദ്യാഭ്യാസത്തിലായിരുന്നു. ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ, വെറും ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അല്ല, പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം, ക്വാളിറ്റി എഡ്യൂക്കേഷൻ പാവപ്പെട്ട കുട്ടികൾക്ക് കിട്ടണം. ലോ ഇൻകം ഗ്രൂപ്പ് സ്റ്റുഡൻസ്. അതുകൊണ്ട് ഈ 2 പോയിന്റ്സ് ആണ് പ്രധാനപ്പെട്ട. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ഉപേക്ഷിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഇത് ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ, ഫോക്കസ് വാസ് ഓൺ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ ആൻഡ് ഓൾസോ ദാറ്റ് വാസ് ചിൽഡ്രൻ ഓഫ് ദ ലോ ഇൻകം ഗ്രൂപ്പ് കമ്മ്യൂണിറ്റീസ്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. പിന്നെ ആകാംക്ഷ ഫൗണ്ടേഷൻ ഉണ്ട്, അതിൻ്റെ ഫൗണ്ടറായിരുന്നു. ടീച്ച് ഫോർ ഇന്ത്യയുടെ CEO ആണ്. CEO എന്ന് പറഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ തന്നെ ഒരു ടീച്ചറായിരുന്നു. അതുതന്നെ ഷീസ് എവറി ഇഞ്ച് എ ടീച്ചർ. ഓരോ ഇഞ്ചും ഒരു ടീച്ചറായിരുന്നു. എന്താ അതിൻ്റെ അർത്ഥം തന്നെ 24/7 എന്ന് പറയുന്നവരാണ്. സി, ഫ്രം ടോപ്പ് ടു ടോപ്പ് ഷീ ഈസ് എ ടീച്ചർ. Now she is married. She has got 2 daughters. Now she is the CEO of the Teach for India. Another thing that we must understand that she did her BA in St. Xavier's, Mumbai. After she went to America and she did her Masters in Education there. Her father was a banker at the City Group, so she had he used to whenever he was transferred, he would take the family also with him. So she had an international upbringing. അതുകൊണ്ടായിരിക്കും മനസ്സ് ഇതുപോലെ വല്ല വികസിച്ച മനസ്സ്, ഒരു ബ്രോഡ് മൈൻഡ്. She was in London, she was in Greece, she was in Saudi Arabia, she was in Indonesia, she was in America. International. Every Indian teacher എന്ന് പറയാൻ കാരണം, when she was a student, she volunteered as a teacher in Happy Home, schools, orphanages, orphans, school for the blind, school, EAR school. സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോഴാന്ന് പറയുന്നത്. 12ാം ക്ലാസ് കഴിഞ്ഞാൽ നമ്മളിതിനൊക്കെ പോകും. ആലോചിച്ച് ആ മനസ്സിൻ്റെ ആ മനസ്സിനെയാണ് ആ മനസ്സ് എന്തൊരു നല്ല മനസ്സാണ്. എനിക്ക് കിട്ടിയ വിദ്യാഭ്യാസം, ഇൻ്റർനാഷണൽ അപ്ബ്രിങ്ങിങ് മറ്റുള്ളവർക്കും കൊടുക്കണമെന്നുള്ള ആ ഒരു ചിന്ത, അതാണ് സത്യമായ നമുക്ക് ഈ ലെസൺ കിട്ടിയത് നമ്മളൊരു ഭാഗ്യമായിട്ട് കണക്കാക്കാം. എന്താ, ഇതൊക്കെയാണ് നമ്മുടെ ആകാംക്ഷ ഫൗണ്ടേഷൻ. ഈസ് എ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഐഡിയ. നമ്മൾ കഴിഞ്ഞ ലെസണിൽ പഠിച്ചില്ല, ഗ്രൗണ്ട് ബ്രേക്കിംഗ്, പാത്ത് ബ്രേക്കിംഗ് എന്നൊക്കെ പറയും. ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഇന്നോവേഷൻ. Result is 93,000 people are benefiting, children are benefiting from this today in Mumbai and Pune. നിസ്സാര കാര്യമല്ല. High quality education, best education is given to lower income group communities, students of lower income group communities. അതുകൊണ്ട് എന്തുവേണ്ടി, they can aspire to any level. Aspiring അല്ലേ, ഇൻസ്പയറിങ് ആൻഡ് അസ്പയറിങ്. നമുക്ക് ഇന്ന് നമ്മൾക്ക് ഓദറിനെ പറ്റി പഠിക്കാം. ആ ഓദർ ആരായിരുന്നു? ഇതായിരുന്നു ദിതി. ടൈറ്റിൽ വരുന്നത് എങ്ങനെയാണ്? ടൈറ്റിൽ, the children would shout Didi, Didi excitedly when I went there. അങ്ങനെയാണ് ഈ ടൈറ്റിൽ കിട്ടുന്നത്. ദീദി, കൊച്ചു പിള്ളേർ
ഇവരെ കാണുമ്പോൾ തന്നെ സ്റ്റുഡൻ്റാണെന്ന് പറയുന്നത് BS ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ്. അപ്പോഴത്തേക്കും മറ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനെ കൂടെ വോളണ്ടിയേഴ്സ് ആക്കിയാണ് ഈ പ്രസ്ഥാനം തുടങ്ങുന്നത്. ഈ ട്യൂഷൻ ക്ലാസ്സസ് ഫോർ ദ പുവർ പീപ്പിൾ, സ്ലം പീപ്പിൾ, സ്റ്റുഡൻസ് ഓഫ് ദ സ്ലം. ഇപ്പം ഇവരെ കാണുമ്പോൾ തന്നെ രണ്ടുന്ന പടമൊക്കെയാണ് അത് കൊടുത്തത്. എന്ത് സ്നേഹത്തോടെയാണ് എടുക്കിയിരിക്കുന്നത് കൊച്ചു പിള്ളേരെല്ലാം. അപ്പോൾ ഇവരെ കാണുമ്പോൾ തന്നെ അവരെല്ലാം ഭയങ്കര ഒച്ചത്തിൽ വിളിച്ചിട്ട് ദീദി 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 വിളിച്ചു. അങ്ങനെയാണ് ഈ ലെസൺ പേരിടുക. ചേച്ചി ചേച്ചി എന്ന് വിളിക്കും. എന്തൊരു രസകരമായ എക്സ്പീരിയൻസ് അല്ലേ? So there we have got the first about the other Indian social activist and educator. Another point, CEO, Chief Executive Officer of Teach for India since 2008. Teach for India, another initiative. 3, founder of Akanksha Foundation. 4, born in Pune, brought up in cities around and across the world in international upbringing. I told you, London, Greece, Saudi Arabia, Indonesia, America. Interest in children's education, underline. And then she had a BA Sociology and Master in Education. ഇത്രയാണ് നമുക്ക് ആരംഭിച്ച പോലെ. പക്ഷെ അതൊന്നും അല്ല പ്രശ്നം. ഇതൊന്നും അല്ല കാര്യം. ഇതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കണ്ടതില്ല. ഞാൻ കണക്കാക്കുന്നവരുടെ an idea can change the world. അതാണ് എനിക്ക് അവരുടെ ഐഡിയ. ചെറിയൊരു സ്പാർക്ക്. കഴിഞ്ഞ ലെസണിൽ പറഞ്ഞില്ലേ സ്പാർക്ക്. അപ്പം അതുപോലത്തെ ഒരു സ്പാർക്കാണ്. ഇപ്പം അതൊരു വലിയൊരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ പറയുന്നത് 93,000 children today are benefiting out of this. Great. This is the true story of a girl, Shaheen Mistry, taken from her book Redrawing India, co-authored by Covid Gupta. Covid spelling COVID. പഠിക്കരുത്. ആരും പഠിച്ചേക്കരുത്. കോവിഡ് ഗുപ്ത. രണ്ടുപേരും എഴുതിയ ബുക്കാണ്. ആ ബുക്കിൻ്റെ ഒരു ഭാഗമാണിത്. ടേക്കൺ EXCERPT നമ്മൾ കേട്ടില്ല. എക്സാക്ട് മെനി ടൈംസ് നമ്മൾ കണ്ടിട്ടുള്ള വാക്കാണ്. Akanksha Foundation, an Indian education initiative in Mumbai and Pune. Akanksha Foundation അതിൻ്റെ ഫൗണ്ടറാണ്. വലിയ ഉദ്യോഗസ്ഥരൊന്നുമല്ല, സ്റ്റുഡൻസ്. നിങ്ങൾ ഓർക്കണം, നമ്മുടെ മനസ്സിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രാവർത്തികമാണ്. മനസ്സിലായോ? പിന്നെ every inch a teacher. ചിലരുണ്ടല്ലോ, they are born teachers. ഒരു ചില born singers ഇല്ലേ, born actors ഇല്ലേ, അതുപോലെ there are born teachers. അവർക്ക് 24/7 ടീച്ചിങ് ആണ്. എന്ത് കിട്ടിയ ഞാൻ ഒരിക്കലും പണ്ടൊരിക്കൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, a teacher has a nose for, a journalist has a nose for news. അതുപോലെ തന്നെയാണ് a teacher has a nose for teaching. എവിടെ 4 പേരെ കണ്ടാലും പഠിപ്പിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ 4 പേരെ കണ്ടാൽ പഠിപ്പിക്കുക എന്നാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടെന്നിരിക്കരുത്. അങ്ങനെ അർത്ഥത്തിലല്ല ഞാൻ നിങ്ങളത് മനസ്സിലാക്കണം. Every Indian teacher volunteered in Happy Home, School for the Blind and EIR School. എപ്പോഴാണെന്നോ ഞാൻ നിങ്ങളോട് പറഞ്ഞു, that was at the time when she was a student. സെൻറ്റ് സേവേഴ്സിൽ പഠിക്കുമ്പോൾ സെൻറ്റ് സേവേഴ്സിൽ അഡ്മിഷൻ കിട്ടിയ കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. And her idea she discussed with her parents. Parents support ചെയ്യണം. ഇന്റർനാഷണൽ സിറ്റി ഗ്രൂപ്പ് ബാങ്കിൽ ജോലി ഉണ്ടായിരുന്ന ഒരു ഹൈ ലെവൽ ഉദ്യോഗസ്ഥനായിരിക്കണമല്ലോ. അദ്ദേഹത്തിൻ്റെ മകള് +2 കഴിഞ്ഞ് അദ്ദേഹത്തോട് ഇതേപ്പറ്റി പറയുമ്പം അദ്ദേഹം പറയണം, you go ahead but also think of your education. മനസ്സിലായി? അതാണ് അതിൻ്റെ കാര്യം. അത് ബോംബെയിൽ ഒരു ഇതിന് വന്ന ഒരു വെക്കേഷൻ വന്ന അന്നേരമാണ് ഇത് കാണുന്നത്. പാവപ്പെട്ട പിള്ളേരുടെയൊക്കെ അവസ്ഥ കണ്ടപ്പോൾ അവർക്ക് ദയവ് തോന്നി, അലിവ് തോന്നി. അവർ സ്റ്റേയിങ് ബാക്ക്. ഷി വാസ് സപ്പോസ്ഡ് ടു ഗോ ബാക്ക് ടു അമേരിക്ക ആൻഡ് സ്റ്റേ വിത്ത് യുവർ പേരൻസ്. ബട്ട് ഇൻസ്റ്റഡ് ഷി ഓപ്റ്റഡ് ടു സ്റ്റേ ഹിയർ ഇൻ ഇന്ത്യ. ഇവിടെ ഇന്ത്യയിൽ തന്നെ താമസിച്ച് ഇന്ത്യയിലെ കുട്ടികൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ അവർക്ക് ആ താല്പര്യം ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സംഭവം. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്, എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് വന്നത് എന്നുള്ളതാണ്.
വളരെ മനോഹരമായൊരു കഥ, മനോഹരമായൊരു സ്റ്റോറി. സ്റ്റോറി എന്ന് പറയുന്നത് കഥ, ഷോർട്ട് സ്റ്റോറി അങ്ങനത്തെ അല്ല, ലൈഫ് സ്റ്റോറി, ലൈഫ് റൈറ്റിംഗ്. അവനവൻ്റെ ജീവിതത്തെ പറ്റി അവനവൻ എഴുതുന്നൊരു കാര്യമാണ്, ജീവിതത്തിൻ്റെ ചില എക്സ്പീരിയൻസസ്. ലോർഡ് ബുദ്ധയുടെ കാര്യം നമുക്കറിയത്തില്ല. ലോർഡ് ബുദ്ധ പുറത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ മരിച്ച ആളെ കാണുന്നു, രോഗികളെ കാണുന്നു, ഇതെല്ലാം കണ്ട് മാനസാന്തരം ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് വളരെ ലക്ഷറീസ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി ആയിരുന്നിരിക്കണം ഇവര്. ഇന്റർനാഷണൽ അപ്ബ്രിങ്ങിങ് ആണ്, പേരൻസ് വളരെ ഹൈലി വെൽ പ്ലേസ്ഡ് ആണ്, നാച്ചുറലി ഒരു വളരെ നല്ല ഹയർ ലെവലിൽ ജീവിച്ച ആളായിരിക്കും. പക്ഷേ ആയിരിക്കണം, പക്ഷെ അതൊന്നും അവർക്ക് കൺസേൺ അല്ല. അതെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ ഇന്ത്യയിൽ നിൽക്കുകയാണ്, ഇന്ത്യയിലെ ആൾക്കാർക്ക് വേണ്ടി, ഇന്ത്യയിലെ കുട്ടികളെ പഠിപ്പിക്കുക. അതാണ് മഹത്വം, ഒരു മഹതിയുടെ മഹത്വം എന്ന് വേണമെങ്കിൽ റീറൈറ്റ് ചെയ്യാം അല്ലേ? ഒരു മഹതിയുടെ മഹത്വം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ കഥയെന്ന് റീറൈറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ഐ ലീവ് ടു യു. ഓക്കെ, സോ ദാൻ വോളണ്ടിയർ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് ആൻഡ് ദി ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞത്. എന്താണ് ബാക്ക്ഗ്രൗണ്ട് ദീദി എന്ന് പറയാൻ കാര്യം? പാവപ്പെട്ട കുട്ടികളല്ലേ ഇവരെ കാണുമ്പോൾ ആ ചേച്ചി വരുന്നത് ഇങ്ങനെ വളരെ സന്തോഷത്തോടെ നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മളെ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട്. അതാണ് നമ്മുടെ 9ാമത്തെ ലെസനാണ്, 12ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയാണ്, സ്റ്റേറ്റ് സിലബസാണ്. ഇതൊക്കെ എല്ലാത്തിലും ഞാൻ എഴുതുന്നതാണ്. നമുക്ക് കാര്യമായിട്ട് ഇത് പഠിക്കണം. നിങ്ങൾ അഡ്വാൻസ് റീഡിങ് നടത്തി വരാമെങ്കിൽ വളരെ എളുപ്പമുണ്ട്. നിങ്ങളൊന്ന് വായിച്ചാൽ മതി, വളരെ സിമ്പിൾ ഇംഗ്ലീഷ്, ഒന്നും കടിച്ചാൽപ്പെടുന്ന വലിയ കഷ്ടപ്പെടാനൊന്നുമില്ല, വാക്കുകൾ അങ്ങനത്തെ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു ലെസനാണ്. നല്ല ഒന്നാന്തര ഐഡിയാസ് വൺ ആഫ്റ്റർ ആണ്. എങ്ങനെയാണ് ഒരു +2 കഴിഞ്ഞ ഒരു കുട്ടിയുടെ മനസ്സെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് അതിമനോഹരമായ ഒരു മനസ്സാണ്. അതുമായിട്ട് നമുക്കതൊന്ന് വായിക്കാനും നമുക്കത് നമ്മൾ അതുമായിട്ട് നിന്ന് കോണ്ടാക്റ്റിൽ വരാൻ സാധിച്ചതിന് ഒരു വലിയ അനുഗ്രഹമായിട്ട് കണക്കായിക്കൊണ്ട് we will enter into the lesson tomorrow.